ഹലോ മച്ചാമാരെ, ബ്ലാക്ക് വെസ്റ്റ് ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഞാൻ എൻ്റെ റൈഡിംഗ് ഗിയർ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് റൈനോക്സിൻ്റെ ഒരു ജാക്കറ്റാണ്. ഇതൊരു 3 വർഷം പഴക്കമുള്ളൊരു ജാക്കറ്റാണ് കേട്ടോ. അപ്പോൾ എയർ GT എന്ന് പറഞ്ഞിട്ട് ഒരു വെർഷനാണ് റൈനോക്സിൻ്റെ. അപ്പോൾ ഈ 3 വർഷമായി ഈ ജാക്കറ്റ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം ഒരു ജാക്കറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു കാലമായി എന്ന് തോന്നിയതുകൊണ്ട് അപ്പോൾ ഇന്നൊരു ജാക്കറ്റ് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പുതിയ ജാക്കറ്റ് അപ്പോൾ റൈനോക്സിൻ്റെ തന്നെയാണ് എടുക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ ആൽപൈനും ഡൈനീസൊക്കെ എടുക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അത്രയും വലിയ ബഡ്ജറ്റ് നമുക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉള്ള ബഡ്ജറ്റിൽ ഈ ജാക്കറ്റിൽ നിന്ന് അടുത്തൊരു ജാക്കറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ജാക്കറ്റിന് ഇപ്പോൾ കയ്യിൽ ഇവിടെയൊക്കെ ഒരു പാഡിങ്ങും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ഷോൾഡറിലൊരു പാഡിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാഡിങ്ങിൻ്റെയൊക്കെ അടുത്ത ലെവൽ, ഇപ്പോൾ ഈ ഇട്ടേക്കുന്ന പാഡിങ്ങൊക്കെ നോക്സ് ലെവൽ 1 പാഡിങ്ങാണ്. അപ്പോൾ ഇനി അടുത്തൊരു നോക്സ് ലെവൽ 2 പാഡിങ്ങോ അല്ലെങ്കിൽ നോക്സ് 3 കിട്ടുകയാണെങ്കിൽ അത് എൻ്റെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അടുത്ത ഒരെണ്ണം അപ്ഗ്രേഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിന്നിപ്പോൾ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഷോപ്പിലാണ് കേട്ടോ. അപ്പം അവിടെ പോയിട്ടാണ് നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ, അതുപോലെ കുറച്ച് ഹെൽമെറ്റ്സിൻ്റെയൊക്കെ കുറച്ച് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഹെൽമെറ്റും കൂടെ നോക്കാനും കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ട് ഇപ്പോൾ ഞാൻ പോകുന്ന ഈ ഷോപ്പിലേക്ക്. അവിടെ പോയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അവിടെ പോയതിന് ശേഷം നമുക്ക് പറയാം. ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് ജവഹർ നഗർ, അതായത് നമ്മുടെ കവടിയാറിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് ജവഹർ നഗർ. അപ്പോൾ ജവഹർ നഗറിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞ ഷോപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്, ഹെൽമെറ്റ് വേൾഡാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് തിരുവനന്തപുരത്തുകാർക്ക് എന്തായാലും അറിയാം. ഹെൽമെറ്റ് വേൾഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുത്തെ സകല ബൈക്ക് കേസും എന്താ പറയുക, എന്ത് ബൈക്കിൻ്റെ എന്ത് അക്സസറീസിനും വരുന്ന ഒരു സ്റ്റോപ്പ്, അല്ലെങ്കിൽ ഒരു പിറ്റ് സ്റ്റോപ്പ്, ബൈക്ക് അക്സസറീസിൻ്റെ ഒരു പിറ്റ് സ്റ്റോപ്പായിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഹെൽമെറ്റ് വേൾഡിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ലയൺസ് ക്ലബിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഓക്കെ, നമ്മളെ ഇവിടുത്തെ 2-3 ചേട്ടന്മാരെ ആദ്യം പരിചയപ്പെടുത്താം. ഹായ്, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? രഞ്ജിത്ത്. ഹായ്. രാകേഷോ? ചേട്ടൻ ഒരു രാജേഷ് അല്ലേ? രാകേഷ് ചേട്ടനാണ് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ മാത്രമല്ല, ഒരു ഹെൽമെറ്റ് വേൾഡ് നമ്മൾ നന്ദുംകോടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ട് ഏകദേശം ഒരു 5-6 വർഷം തൊട്ടുള്ള പരിചയം. ഇല്ല കേട്ടോ, എന്നെ എത്ര വർഷം കൊണ്ട് അറിയാം? 6 വർഷം. ചേട്ടനെ കരമന ഹെൽമെറ്റ് വേൾഡ്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? സുബിൻ. യെസ്. അപ്പോൾ ഇവരൊക്കെ ഈ ചേട്ടൻ നിങ്ങൾ രണ്ടുപേരും എന്തായാലും എനിക്ക് പണ്ടേ അറിയാം. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു ജാക്കറ്റ് എടുക്കാനാണ്ടി ആവുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ നോക്കി വന്നൊരു ജാക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതാ, പക്ഷെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ജാക്കറ്റ് ഇതാണ് കേട്ടോ. എയർ GT എന്ന് പറഞ്ഞിട്ട് സംഭവം. അതുപോലെ അതിൻ്റെ തന്നെ വേറൊരു കളർ സ്കീമാണ് കേട്ടോ. ഇത് കുറേ കളക്ഷൻ ഉണ്ട്. ഇതിൽ ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ. ഇത് നമ്മൾ റൈനോക്സ് ജാക്കിൻ്റെ ഒരു പുതിയൊരു ടൊർണാഡോ എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം ചേട്ടൻ്റെ അടുത്ത്. ഓക്കെ, സ്മോളല്ലോ. ഇത് ഓക്കെ ചേട്ടാ. ഈ മോഡലിൻ്റെ പേരെന്തോന്നായിരുന്നു? എയർ GT 3 2 അങ്ങനെ എന്തോ അല്ലേ? അടിപൊളി, പുതിയ വർഷം. ഓക്കെ, എൻ്റെ ഇരുന്നത് ഇതിൻ്റെ തന്നെ മറ്റേ ഫസ്റ്റ് വെർഷനാണ് എൻ്റെ ഇരുന്നത്. ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുള്ളത് ആർമേഴ്സ് എല്ലാം ലെവൽ 2 ആയി. പിന്നെ ചെസ്റ്റ് ആർമർ വയ്ക്കാനായിട്ടുള്ള ഒരു സ്പേസും കൂടി ആക്കി. റൈൻ ലൈനറും തേർമൽ ലൈനറും സെപ്പറേറ്റ്. സെപ്പറേറ്റ് ബില്ല്. അടിപൊളി. പിന്നെ അത് ആർമറിൻ്റെ ഇത് ജാക്കറ്റിൻ്റെ വില കുറയ്ക്കാനായിട്ട് കമ്പനി ചെയ്തേക്കുന്നത്. അടിപൊളി. 2 ലൈനറിൻ്റെ ആവശ്യമില്ലല്ലോ. പോക്കറ്റ് അകത്ത് വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ റെയിൻ ലൈനർ അല്ലെങ്കിലും ഞാൻ പുറത്ത് വിടാൻ ഇടണോ? അകത്ത് എന്തായാലും ഇടൂല, കാരണം ജാക്കറ്റ് വെയിറ്റ് കയറും. തന്നെയല്ലേ റൈനോക്സിൻ്റെ ഒരു ഗ്രീൻ പച്ച കളറല്ലേ, ഒരു ഫ്ലൂറസെന്റ് സാധനം. സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇതാണ്
റൈനാണ്. അടിപൊളി. ഇതെത്ര ഇത്? ഇത് 900 ആണ് റേറ്റ് വരുന്നത്. 900 ഉള്ളോ? എൻ്റെ അടുത്ത് ആര് പറഞ്ഞു ഇത് 2000 ആണെന്ന്? എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ദീപക്കണ്ടാണെന്ന് തോന്നുന്നു. ദീപക്കണ്ട ഇതായിരിക്കുന്നു. ദീപക്കണ്ട അറിയാമല്ലോ. 900 റേഞ്ച് വരുന്നത്. ചിലപ്പം റൈൻ ലൈനറും തെർമൽ ലൈനറും കൂടെ ചേർത്ത് 2000 എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാകും. അത് 1100 ഇത് 900 ആണ്. അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ഓക്കെ 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 ചേട്ടാ, അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് ആദ്യം അത് ഇട്ട് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീഡിയം സൈസാണ്. അതെനിക്ക് പാഡ് അത്ര കറക്റ്റാണ്, കുറച്ച് ലൂസായിരിക്കും. ഇത് കറക്റ്റായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അയ്യോ കയറുന്നില്ല ചേട്ടാ, കയറുന്നില്ല. ലൂസ് ചെയ്ത് അല്ലല്ല, ഈ കൈ ലൂസ് ചെയ്താൽ മതി. കൈ എന്തോ ടെർമിനകത്ത് ഓക്കെ സെറ്റ് തന്നെ. അപ്പോൾ ഓക്കെ. പക്ഷെ ഭയങ്കര ടൈറ്റ് ആണോ എന്നൊരു അല്ലേ? നേരത്തെ ആദ്യമായിട്ട് അത് വന്നിട്ട് ഇവിടെ ഭയങ്കര ലൂസായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതങ്ങ് സെറ്റ് ആക്കുകയാണ്. ഇതിൻ്റെ പ്രൈസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ ചേട്ടാ, ഇതെങ്ങനെ പ്രൈസ് എങ്ങനെ? എൻ്റെ പ്രൈസ് 5750 ആണ് റേറ്റ് വരുന്നത്. 5000 ആണോ? ഓക്കെ. മറ്റേ ഈ ഒരു ആർമി ഇത് സംഭവം വരുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഒരു ക്യാമോ, അതെത്ര വില? 6750. ഗൈസ്, അപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യം എടുക്കാൻ വന്ന ഈ ഒരു സാധനമാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതാകുമ്പോൾ നമ്മളെ ഹിമാലയന് കുറച്ചും കൂടെ മാച്ചാവുന്നതായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ എടുത്ത ഈ ജാക്കറ്റ് കുറച്ചും കൂടെ ഒരു പുതുമയുണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും ബ്ലാക്ക് ഇടുമ്പോൾ നമ്മൾ കുറച്ച് ഒരു വ്യത്യസ്തമായിട്ടൊരു കളർ സ്കീം അങ്ങ് ചൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഹീറ്റ് കുറവായിരിക്കും, ചൂട് കുറയും. അതെ അതെ. പിന്നെ ഈ ജാക്കറ്റിൻ്റെ തന്നെ വേറെ കളർ സ്കീംസ് ഉണ്ട്. അതാണ് ഇതായിരിക്കുന്നത് കേട്ടോ, ഈ ഓറഞ്ച് സ്ട്രിപ്പ് പറഞ്ഞാൽ. ബ്ലാക്ക്. മറ്റേ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ വൈറ്റ് അല്ലേ? ഈ ഒരു വൈറ്റ് പറഞ്ഞിടത്ത് അല്ലേ വൈറ്റ് വരും. ഇത് എൻ്റെ വീണ്ടും പുതിയത് ലെയർ GT അല്ല, ഇത് ടൊർണാഡോയുടെ പുതിയത്. ഓക്കെ ഓക്കെ. ഇത് അതുപോലെ വേറൊരു സാധനം ഒന്ന് ഞാൻ ഇന്നാളൊരു സംബന്ധം കാണിച്ചു തന്നതാണ്, നോട്ടെക്സ് അല്ലേ? ഇതിൻ്റെ ഫുൾ റിഫ്ലക്ടറാണ്. ഇതെല്ലാം ഫുൾ റിഫ്ലക്ടറാണ്. കൊള്ളാം സംഭവം. ഇനി അടുത്തൊരു അപ്ഗ്രേഡ് ഉണ്ടെങ്കിൽ അടുത്ത് ഇതുപോലത്തെ ഏതെങ്കിലും കിടിലൻ ജാക്കറ്റ് എടുക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ ജാക്കറ്റ് സെറ്റാക്കി. ഇനി വേണം പുതിയ പുതിയ കളികൾ തുടങ്ങാനായിട്ട്. ഇനി വീണ്ടും റൈഡിങ്ങളൊക്കെ ആക്റ്റീവാക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഉടനെ തന്നെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടാവും. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഞെക്കി അമുക്കി പൊട്ടിച്ചാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ ബ്ലാക്ക് കോസ്റ്റ് വ്ളോഗ്സിൻ്റെ ടാറ്റ ബൈ ബൈ.